ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നാളായല്ലേ, 2-3 ദിവസമായി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട്. അതെൻ്റെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ അടിച്ച് പോയിരുന്നു. ഇപ്പോഴും നേരെ ആയിട്ടില്ല. കുറച്ചെങ്കിലും എനിക്കിപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നോർമൽ സ്ക്രീൻ ആയിരിക്കും കാണാം, പക്ഷേ എനിക്ക് വിസിബിൾ അല്ല നേരെ. സോ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് മുടങ്ങിയത്. ആൾട്ടർനേറ്റീവ് ചോയ്സസ് നമ്മൾ നോക്കിയിരുന്നു, പക്ഷെ ഒന്നും സെറ്റായില്ല. എനിവേ, വി ആർ റെസ്യൂമിങ് അവർ ക്ലാസ്സസ്. സോ നമ്മൾ എന്ത് ചെയ്തു, ലോഗ് ആൻഡ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ഫിനിഷ് ചെയ്തു. ഇതുവരെ ആയാലും നിങ്ങൾ ഡൗട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ഇടയ്ക്ക് ഞാനൊരു പോർഷന് ഒരു കൺഫ്യൂഷൻ വരുത്തി. അത് ഈ പോർഷനാണ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസസ് ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ബി ചേഞ്ച് ചെയ്യുന്ന പോർഷനാണ് നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടായി പോയത്. സോ അത്രേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ബി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഏത് ബേസാണ് തന്നിട്ട്, ഇപ്പോൾ ലോഗ് 2 5 എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ B2 ആണ്. ഇനി അതിനെ നമുക്ക് എന്താക്കണം, നമുക്ക് അറിയാവുന്ന ഒരു ബേസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. either it should be 10 or E. Therefore A is the one that we have to shift it, അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എന്താണോ ആക്കേണ്ടത്, ഏത് ബേസിലോട്ടാണോ ആക്കേണ്ടത് അതാണ് എ എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് ഏതാണോ അതാണ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബി എന്തും ആവാം, ബി ഏത് ബേസും ആവാം. എന്താണ്, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഏത് ബേസും നമുക്ക് ബിയിൽ വരാം. പക്ഷേ എ എന്തേ വരുള്ളൂ, നമുക്കറിയാവുന്ന ലോഗ് എക്സ്, അതായത് ലോഗ് എക്സ് അഥവാ കോമൺ ലോഗരിതത്തിന്റെ ബേസ് ആയിട്ടുള്ള 10 നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആയിട്ടുള്ള ഇഒ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ, 2 സ്പെഷ്യൽ കേസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ln(x) ആണെങ്കിൽ, അല്ലെങ്കിൽ ln(x) എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗാക്കി മാറ്റുകയാണ്. നമുക്ക് ln തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോഗാക്കി മാറ്റുകയാണെങ്കിൽ, ln ആണ് തന്നിട്ടുള്ളത്, നമ്മൾ ലോഗാക്കി മാറ്റേണ്ടതാണ്. തന്നിട്ടുള്ളത് ബി എന്താണ്, ഇ ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ. അതിനെ നമ്മളൊന്ന് എഴുതുകയാണെങ്കിൽ എന്താണ്, ലോഗ് ഇ എക്സ് എന്താ ഇപ്പോൾ വരിക, ലോഗ് എ എക്സ് എന്ന് വരണം അല്ലേ. ലോഗ് 10x ഡിവൈഡഡ് ബൈ ലോഗ് എ ബി അല്ലേ, ലോഗ് 10e. അതാ ഒന്നുകൂടെ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയാൽ എന്താ നമുക്ക് എഴുതാൻ പറ്റുക, ln(x) ഈക്വൽ ടു, ln(x) ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് ലോഗ് എക്സ് ബൈ ലോഗ് ഇ എന്ന് എഴുതാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പോൾ ln(x) എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് അതിനെ നാച്ചുറൽ ലോഗരിതം ആക്കേണ്ട, പകരം എന്താക്കണം, നമുക്കതിനെ കോമൺ ലോഗരിതമാണ് ആക്കേണ്ടതെങ്കിൽ, നാച്ചുറൽ ലോഗരിതം വേണ്ട, പകരം കോമൺ ലോഗരിതമാണ് നമുക്ക് ആക്കേണ്ടത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രീതിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ln(x) എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ln(x) ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് എക്സ് ബൈ ലോഗ് ഇ. ശരി, ഇത് ഫസ്റ്റ് കേസ് അല്ലേ. ഇനി സെക്കൻഡ് കേസ് എന്താണ്, തിരിച്ച് ലോഗ് എക്സ് ആണ് തന്നിട്ടുള്ളത്, അതിനെ നമ്മൾ എന്താക്കുകയാണ്, ln ആക്കുകയാണെങ്കിലോ. അപ്പോൾ ലോഗ് എക്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 10 ആയിരിക്കും. ആൻഡ് ആക്കേണ്ടത് ln-ലേക്കാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇ ആയിരിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഇറ്റ് വിൽ ബി ലൈക്ക് ലോഗ് ടു ദ ബേസ് 10x വിൽ ബി ഈക്വൽ ടു, ഇവിടെ ബി 10 ആണ്, എ ഇ ആണ്, ലോഗ് എ എക്സ് അല്ലെ, ലോഗ് ഇ എക്സ് ബൈ ലോഗ് എ ബി, ലോഗ് ഇ 10 അല്ലേ. അപ്പോൾ ലോഗ് 10x ഇതിനെ നമ്മളൊന്നുകൂടെ ഒന്ന് പ്രോപ്പർ വേയിൽ എഴുതിയാൽ എന്താ പറയുക, ലോഗ് എക്സ് ഈക്വൽ ടു ln, ലോഗ് ഇ എന്ന് പറഞ്ഞാൽ ln ആണ്, ln(x) ബൈ ln 10. ഇതാണ് എന്തെന്ന് പറയുന്നത്, ലോഗിനെ എന്താണ്, നമ്മുടെ കോമൺ ലോഗരിതത്തിനെ നാച്ചുറൽ ലോഗരിതമാക്കി മാറ്റാനുള്ള ജനറൽ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൺഫ്യൂഷൻ അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്, നമുക്ക് തന്നിട്ടുള്ളത് ബി ആണ്, നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റേണ്ടത് എ ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ബി, ആക്കേണ്ടത് എ. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഓർത്താലും മതി. അപ്പോൾ ln തന്നിട്ട് നമുക്ക് അതിനെയാണ് എന്താക്കേണ്ടത്, ഇപ്പോൾ ln തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതം തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, കോമൺ ലോഗരിതമാക്കി മാറ്റണം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താണ്, ln(x) ഈക്വൽ ടു ലോഗ് എക്സ് ബൈ ലോഗ് ഇ എന്നുള്ളതാണ്. ഇനി ലോഗ് തന്നിട്ട് അതിനെ ln ആക്കി മാറ്റാനാണെങ്കിലോ, log x ഈക്വൽ ടു ln(x) ബൈ ln 10, log x ഈക്വൽ ടു ln(x) ബൈ ln 10, log x ഈക്വൽ ടു ln(x) ബൈ ln 10 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാഠം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കയറുകയാണ്.
നമ്മുടെ ചാപ്റ്റർ വരുന്നത് സീക്വൻസസ് ആൻഡ് സീരീസ് ആൻഡ് ബൈനോമിയൽ തിയറം ആണ്. ഓക്കെ, സീക്വൻസസ് ആൻഡ് സീരീസ് ആൻഡ് ബൈനോമിയൽ തിയറം. അതിൽ ആദ്യത്തെ പോർഷൻ ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യത്തെ സീരീസ് ആണ് എന്തെന്ന് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സീക്വൻസ് എന്ന് ചോദിച്ചാൽ, സീക്വൻസ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. നോട്ടാണ് കേട്ടോ, അത് നിങ്ങൾ എഴുതിയെടുത്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, സീക്വൻസ് ഈസ് എ set of numbers arranged in some specific way and usually follows a pattern. കണ്ടോ? അപ്പോൾ എന്താണ് സീക്വൻസ് എന്ന് ചോദിച്ചാൽ, സീക്വൻസ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് വേ ആൻഡ് യൂഷ്വലി ഫോളോസ് എ പാറ്റേൺ. അപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്പേഴ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലാണ്, അല്ലേ? ഒരു പ്രത്യേക തരത്തിലെന്ന് പറഞ്ഞാൽ ഒരു 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 ഡിസൈനിൽ, ഒരു പാറ്റേണിലായിരിക്കും. ഇപ്പോൾ അതിൻ്റെ കൂടെ 5 കൂട്ടിയിട്ട് 6, 6ൻ്റെ കൂടെ 5 കൂട്ടിയിട്ട് 11, അല്ലെങ്കിൽ 1 കൂട്ടി ഒന്നിൻ്റെ കൂടെ 1 കൂട്ടി 2, 2ൻ്റെ കൂടെ 2 കൂട്ടി 4, 4ൻ്റെ കൂടെ 3 കൂട്ടി 7, അങ്ങനെ ഒരു സ്പെസിഫിക് വേയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന, ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സീക്വൻസിൽ തന്നെ ഫസ്റ്റ് സീക്വൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, അരിത്തമെറ്റിക് സീക്വൻസ് ഓർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, AP എന്നാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് ഓർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് in which each number after the first term, ഇതാണ് ഡെഫിനിഷൻ കേട്ടോ. അത് എഴുതി വെച്ചോ, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ. ഒരു മാർക്കിന് ചോദിക്കാതിരിക്കാം, ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ചോദിച്ചാൽ നമ്മൾ എഴുതാതിരിക്കരുതല്ലോ. അപ്പോൾ ആഫ്റ്റർ ദ ഫസ്റ്റ് ടേം can be obtained by obtained from the preceding one by adding a fixed number which is called the common difference. ഓക്കെ, അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ഓർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ, ഇറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഒരു സീക്വൻസ് ആണ്. പക്ഷെ ഇവിടുത്തെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഓരോ ടേം നമുക്ക് എങ്ങനെ കിട്ടും, ഫസ്റ്റ് ടേം നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഒരു ടേം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, നമുക്ക് തൊട്ട് മുമ്പുള്ള ടേമിന്റെ കൂടെ ഒരു ഫിക്സഡ് ടേം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു, അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടുന്നു. ഓക്കെ, ഒന്നുകൂടെ. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നമ്പർ അറേഞ്ച്ഡ് ഇൻ സ്പെസിഫിക് വേ. ആ സ്പെസിഫിക് വേ എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ടേം നമുക്ക് ഗീവൺ ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം നമുക്ക് ഗീവൺ ആണെങ്കിൽ ഈ സീക്വൻസിലുള്ള ഓരോ നമ്പറും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈച്ച് നമ്പർ ഓഫ് ദി സീരീസ്, അല്ലെങ്കിൽ ഈച്ച് നമ്പർ ആഫ്റ്റർ ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീരീസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ, അങ്ങനെ ആഡിങ് എ സ്പെസിഫിക് നമ്പർ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ ഏതിനെ ആഡ് ചെയ്യുന്നു, ടു ദ പ്രിസീഡിങ് ഡിജിറ്റ്, അതിന് തൊട്ട് മുമ്പുള്ള ഡിജിറ്റ്, അല്ലെങ്കിൽ ആ നമ്പറിന്റെ തൊട്ട് മുമ്പുള്ള നമ്പറിൽ ഒരു സ്പെസിഫിക് നമ്പർ, ആ സ്പെസിഫിക് നമ്പറിനെ അല്ലെങ്കിൽ ആ ഫിക്സഡ് നമ്പറിനെ എന്താ നമ്മൾ വിളിക്കുന്നത്, കോമൺ ഡിഫറൻസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ
AP അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിലുള്ള അടുത്ത ടേം കിട്ടും. ഇപ്പോൾ ഈ കോമൺ ഡിഫറൻസ് ശരി അതിലേക്ക് നമുക്ക് കടക്കാം. ശരി, ഇത്ര ഓക്കെ ആണല്ലോ. ഇത് നമ്മുടെ ഡെഫിനിഷനാണ്. ഇത് നിങ്ങൾ എഴുതി വെക്കുക, പഠിച്ചു വെക്കുക. ശരി, അപ്പോൾ ഈ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ nth ടേം അല്ലേ, ഏതൊരു ടേം, ഇപ്പൊ nth ടേമാണ് നമ്മളൊരു AP എടുക്കുന്നതെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്? എയുടെ കൂടെ അല്ലെ, അല്ലെങ്കിൽ A1ന്റെ കൂടെ ഇതാണ് എന്തെന്ന് പറയുന്നത്, A1ന്റെ കൂടെ അല്ല, നമ്മളെ ഇപ്പൊ തൊട്ട് മുമ്പ് ഇപ്പൊ AN അല്ലേ ഈ ഡെഫിനിഷൻ എന്നുള്ളത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, nth ടേമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ANന് തൊട്ട് മുമ്പുള്ള ടേം, അതായത് പ്രിസീഡിങ് ടേം അല്ലെ, പ്രിസീഡിങ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ A9 ആണെങ്കിൽ A8 ആയിരിക്കും എന്തെന്ന് പറഞ്ഞാൽ പ്രിസീഡിങ് ടേം. അപ്പൊ ഇവിടെ AN ആണെങ്കിൽ N-1, N-1th ടേം, N-1th ടേം പ്ലസ് D ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡെഫിനിഷൻ വെച്ചിട്ട്. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? 9ാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. മനസ്സിലായോ? nth ടേം കണ്ടുപിടിക്കാൻ N-1th ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള D കൂട്ടുക എന്നുള്ളതാണ് ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുക. ഇനി ഇക്വേഷനിലേക്ക് കടന്നാലോ? ഫോർ nth ടേം ഓഫ് എൻ AP, nth ടേം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ an ഈക്വൽ ടു A1 പ്ലസ് N-1 ഇൻറ്റു D. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് AP എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ nth ടേമിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഫോർ nth ടേം, അപ്പൊ nth ടേമിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? an ഈക്വൽ ടു A1 പ്ലസ് N-1 ഇൻറ്റു D. അപ്പൊ nth ടേമിന്റെ ഇക്വേഷനിൽ നമ്മൾ എന്താ പറയുന്നത്? an ഈക്വൽ ടു A1 പ്ലസ് N-1 ഇൻറ്റു D, A1 പ്ലസ് N-1 ഇൻറ്റു D. ഓക്കെ, n ഈക്വൽ ടു A1 പ്ലസ് N-1 ഇൻറ്റു D. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സീക്വൻസസ് എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് സീക്വൻസ് കഴിഞ്ഞിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ വെച്ചൊരു ഇക്വേഷൻ പറഞ്ഞു. അത് ചുമ്മാ ഡെഫിനിഷൻ ആണ് എന്ന് കാണിക്കാൻ, ഇങ്ങനെയാണ് നമ്മൾ മാത്തമെറ്റിക്കലി ആ ഡെഫിനിഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു AP തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ nth ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, nth ടേം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ an ഈക്വൽ ടു A1 പ്ലസ് N-1 ഇൻറ്റു D. ശരി, അപ്പോ ഇനി അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ, we can refer to an as the last term of an arithmetic sequence if no term beyond it are included in the sequence. എന്താണ്? ഇപ്പോൾ തന്നിരിക്കുന്ന ടേം അല്ലെങ്കിൽ an എന്ന് പറയുന്ന ടേമിനെ nth ടേം, അതായത് ലാസ്റ്റ് ടേം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എപ്പോ നമുക്ക് തന്നിരിക്കുന്ന ടേമിനെ ലാസ്റ്റ് ടേം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എപ്പോ? ഈ പറഞ്ഞ ടേമിന് ശേഷം മറ്റൊരു ടേം പോലും ഇതിൽ ഉണ്ടാവരുത്. ഇപ്പോൾ 10, A10, അതായത് 10ാമത്തെ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് ടേം ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ ആയിരിക്കണമെങ്കിൽ എന്താണ്? അതിനപ്പുറത്തേക്ക് വേറെ നമ്പർ ഉണ്ടാവാൻ പാടില്ല. 10 കഴിഞ്ഞാൽ വേറെ നമ്പർ ഉണ്ടാവരുത്, 10 ആയിരിക്കണം അവസാനത്തെ നമ്പർ, എന്നാലാണ് അതിനെ ലാസ്റ്റ് ടേം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ടേം ഉള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ടേം ഉള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അതേപോലെ ലാസ്റ്റ് ടൈം ഇല്ലാത്തൊരു സീക്വൻസ് ആണെങ്കിലോ നമ്മൾ എന്ത് വിളിക്കുന്നു? അതിനെ ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? എന്താണ്? നമ്മുടെ ലാസ്റ്റ് ടേമിന് ശേഷം മറ്റൊരു ടേമും ഇല്ലെങ്കിൽ അത് ഫൈനൈറ്റ് സീക്വൻസ് ആണ്. ലാസ്റ്റ് ടൈമിന് ശേഷം മറ്റ് ടേംസ് ഉണ്ടെങ്കിലോ അതെന്തായിരിക്കും? ഫൈനൈറ്റ് അല്ല, അത് ഇൻഫിനിറ്റ് സീക്വൻസ് ആണ്. അപ്പൊ ഇഫ് ദ ടേംസ് ഇൻ എ സീക്വൻസ് കണ്ടിന്യൂ വിത്തൗട്ട് എൻഡ് ഇല്ലാതെ ഈ ടേംസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? ഇൻഫിനൈറ്റ് സീക്വൻസ് എന്നാണ്. ഇൻഫിനൈറ്റ് സീക്വൻസ് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമ്മ്. ഇപ്പൊ നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ പഠിച്ചു. നമുക്ക് ഇതിലെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒറ്റ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. അപ്പൊ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് പോയിട്ട് എഴുതിയിരുന്നാൽ മതി കേട്ടോ. ശരി, അടുത്ത എന്താണ്? നമുക്ക് n ടേംസ് ഉണ്ട്. an കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. an നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഒരു AP-യിൽ ഇങ്ങനെ നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്ത കണക്കാണെങ്കിൽ എന്താ? ഇത് A1 അല്ലെ,
അടുത്തത് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്തത് ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് അടുത്തത് ഇപ്പോൾ A1+D ആണ് അല്ലേ? പ്രിസീഡിങ് ടേമിൻ്റെ കൂടെ ഡി ആഡ് ചെയ്താൽ മതി അല്ലേ? ഇനി അടുത്ത എന്താ? A1+D+T, അതായത് A1+2D. അങ്ങനെ 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 വന്നിട്ട് അവസാനം AN ആയിട്ട് വരും അല്ലേ? അപ്പോൾ ഇതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഒരു AP. ഇതൊന്നും കാര്യമാക്കണ്ട, ഞാൻ ചുമ്മാ അങ്ങനെ ഒന്നും എഴുതിയെന്നുള്ള അതൊന്നും ശ്രദ്ധിക്കാണ്ട്, നമുക്ക് ഇക്വേഷൻ കറക്റ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനൊരു AP, n ടേംസ് ഉള്ള ഒരു AP തന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള n ടേംസിന്റെ സമ്മിനെ നമ്മൾ SN എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ SNന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × A+AN എന്നുള്ളതായിരിക്കും. SNന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × A+AN എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം മുതൽ ലാസ്റ്റ് ടേം വരെയുള്ള സം അല്ലെങ്കിൽ ടേംസിന്റെ സം എന്ന് പറയുന്നത്, സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് SN = n/2 A+AN ആയിരിക്കും. n/2 × A+AN ആയിരിക്കും. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻസ് പഠിക്കുക. അപ്പോൾ നമ്മൾ APക്കകത്ത് രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ലാസ്റ്റ് ടേമിന്റെ അല്ലെങ്കിൽ nth ടേമിന്റെ എന്താണ്? nth ടേമിന്റെ ഇക്വേഷൻ. nth ടേമിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? AN = A+n - 1 × D. ഓക്കെ, വേർ D is the common difference and A is the first term. അപ്പോൾ ആ കോമൺ ഡിഫറൻസ് ആണ് D എന്ന് പറയുന്നത്, A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദീസ് n ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ SN = n/2 SN = n/2 × A+AN. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മുടെ AP എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. ഓക്കെ, AP കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് GP ആണുള്ളത്. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? APയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ അത് അടുത്ത സെഷനിൽ APയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.